നമസ്കാരം. പുതിയ GST സ്ലാബ് വരുമ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള കാറുകൾക്ക്, അതായത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന സാധാരണഗതിയിൽ ആളുകൾ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം ടാറ്റയുടെ ടിയാഗോയാണ്. ടിയാഗോയ്ക്ക് എത്രത്തോളം വില വ്യത്യാസം വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടിയാഗോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 1199 cc 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. 3 സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആവശ്യത്തിന് വൈബ്രേഷൻ ഉണ്ട്. അത് മാത്രമല്ല റിഫൈൻമെൻറ്റ് ലെവലൊക്കെ കുറച്ച് കുറവായിരിക്കും. 84.48 bhp ആണ് ഇതിൻ്റെ പവർ. അതായത് 6000 RPM ഈ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല 113 Nm ടോർക്ക്, അത് 3300 RPM ഈ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. CNGയിൽ അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും CNGയിൽ AMT ഉള്ള ഒരേ ഒരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ ടാറ്റയുടെ ടിയാഗോ തന്നെയാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ GST സ്ലാബിലേക്ക് മാറുമ്പോൾ ടിയാഗോയ്ക്ക് എത്രത്തോളം ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ടിയാഗോയുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ടിയാഗോ XE എന്ന മോഡൽ നിലവിൽ 5 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ റോഡ് ടാക്സ് ഈടാക്കുന്നത് 13%. അതായത് 5 ലക്ഷം വരെ 11%, 5 ലക്ഷം മുതൽ 9,99,000 വരെ 13% റോഡ് ടാക്സ് ഈടാക്കുന്നത്. പക്ഷേ ഈ ഒരു വാഹനം ഇവിടെ GST ലാഭം ലഭിക്കുമ്പോൾ 18% GSTയിലേക്ക് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് മാറുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില 43,000 രൂപ കുറഞ്ഞ് 5 ലക്ഷത്തിൽ നിന്നും ഈ ഒരു വാഹനത്തിൻ്റെ വില 4,57,000 രൂപയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 13% റോഡ് ടാക്സിൽ നിന്നും ഈ ഒരു വാഹനത്തിൻ്റെ റോഡ് ടാക്സ് 11%ത്തിലേക്ക് മാറി. അതിന് ആനുപാതികമായിട്ടുള്ള ഇൻഷുറൻസ് കുറവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ടിയാഗോയുടെ മുകളിലുള്ളൊരു വേരിയൻറ്റ്, അതായത് XEക്ക് മുകളിലുള്ളൊരു വേരിയൻറ്റ് XM ആണ്. അപ്പോൾ XM നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,80,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് നിലവിൽ. ഇനി 18% GSTയിലേക്ക് മാറുമ്പോഴത്തേക്കും 49,000 രൂപ കുറഞ്ഞ് 5,31,000 രൂപയായിട്ട് മാറും. ടിയാഗോയുടെ XT എന്ന് പറയുന്ന വേരിയൻറ്റ് ഇതിന് മുകളിൽ, അതായത് XEക്ക് മുകളിൽ XMന് മുകളിൽ XTയുടെ നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ് 6,35,000 രൂപയാണ്. അതിന് 18% GSTയിലേക്ക് വരുമ്പോഴത്തേക്കും 54,000 രൂപയുടെ ഒരു കുറവ് വരും, 5,81,000 രൂപയായിട്ട് മാറും. ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആകുമ്പോഴത്തേക്കും ഈ XE ആണെന്നുണ്ടെങ്കിലും XM ആണെന്നുണ്ടെങ്കിലും XT ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ A എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റും കൂടെ വരും. എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ XTAയിലാണ്. അപ്പോൾ XTA നമ്മൾ നോക്കുമ്പോഴത്തേക്കും 6,90,000 നിന്നും പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും 59,000 രൂപയുടെ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. 6,31,000 അതിൻ്റെ വില കുറയും. ഇനി ടിയാഗോയുടെ XZ എന്ന് പറയുന്ന XZ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിന് തൊട്ട് താഴെയുള്ള ഒരു വേരിയൻ്റ് നമുക്ക് പറയാം. കാരണം NRG എന്ന് പറയുന്ന മറ്റൊരു വേരിയൻ്റ് ഉണ്ട്. 7 ലക്ഷം രൂപയിൽ നിന്നും 60,000 രൂപ കുറഞ്ഞ് 6,40,000 രൂപ എന്ന് പറയുന്ന പുതിയ ഒരു വിലയിലേക്ക് വരുന്നതായിരിക്കും. ഇതാണ് എക്സ് ഷോറൂം പ്രൈസ്. ഇനി ടിയാഗോയുടെ തന്നെ XZ NRG എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. അത് 7,30,000 രൂപയാണ് നിലവിൽ അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അത് 62,000 രൂപ കുറഞ്ഞ് 6,62,000 രൂപയിലേക്ക് വരും. ഇനി ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം XZ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. 7,40,000 രൂപയാണ് നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ്. അത് 63,000 രൂപ കുറഞ്ഞ് 6,77,000 രൂപ എന്നുള്ള രീതിയിലേക്ക് മാറും. ഇനി XZA ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. അതായത് XZA എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിനെ സൂചിപ്പിക്കുന്നതാണ്, ആ A എന്ന് പറയുന്ന ആൽഫബറ്റ്. അപ്പോൾ XZA എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ നിലവിലുള്ള പ്രൈസ് 7,55,000 ആണ്. അതിൽ 64,000 രൂപയുടെ കുറവുണ്ട്. 6,91,000 രൂപയിലേക്ക് അത് മാറും. ഇനി NRGയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ XZA NRG വേരിയൻറ്റിന് 7,85,000 രൂപയാണ് നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ്. അതിൽ നിന്നും 67,000 രൂപ കുറഞ്ഞ് 7,12,000 രൂപയിലേക്ക് മാറും. ഇനി CNGയിലേക്ക് വരുമ്പോഴത്തേക്കും, CNG എന്ന് പറയുമ്പോഴത്തേക്കും 28 കിലോമീറ്ററൊക്കെ പെർ kgക്ക് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. XE ഏറ്റവും ബേസ് വേരിയൻറ്റ് CNG അതിന് 6 ലക്ഷം രൂപയാണ്. അത് 5,49,000 മാറും. 51,000 രൂപയുടെ ഒരു കിഴിവ് നമുക്കവിടെ പ്രതീക്ഷിക്കാം. ഇനി XM എന്ന് പറയുന്ന CNG വേർഷൻ അത് 6,80,000 രൂപയാണ്. അത് 58,000 രൂപയുടെ കുറവോടെ വന്നിട്ടുണ്ട്. 6,22,000 രൂപയിലേക്ക് മാറും. XT എന്ന് പറയുന്ന വേരിയൻറ്റ് അതും CNG ആണ്. അത് 7,35,000 രൂപ. അപ്പോൾ CNGയിലുള്ള വേരിയൻ്റാണ് ഇനി പറയുന്നത്. XT CNG അത് 7,35 ആണെന്നുണ്ടെങ്കിൽ അത് 63,000 രൂപ കുറഞ്ഞ് 6,72 മാറി എന്നുള്ളതാണ്. ഇനി
XTA അതാണ് പറഞ്ഞത്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് AMT ട്രാൻസ്മിഷൻ CNGയോട് കൂടി വരുന്ന ഒരേ ഒരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ ടാറ്റ ടിയാഗോ മാത്രമാണുള്ളത്. ടാറ്റ ടിയാഗോ XTA CNG വേർഷന് 7,90,000 രൂപയാണ് അതിൻ്റെ നിലവിലുള്ള എക്സ്-ഷോറൂം പ്രൈസ് എങ്കിൽ അത് 67,000 രൂപ കുറഞ്ഞ് 7,23,000 വന്നിട്ടുണ്ട്. ഇനി XZ അതിൻ്റെ CNG വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപയാണ് നിലവിലുള്ള എക്സ്-ഷോറൂം പ്രൈസ്, അത് 7,32 മാറി എന്നുള്ളതാണ്. അവിടെ നമുക്ക് 62,000 രൂപയുടെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി XZ NRG CNG അതിന് 8,30,000 രൂപയാണ്. ഇവിടെ 71,000 രൂപയുടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വേരിയൻറ്റിന് 7,59,000 രൂപ എന്നുള്ളതായിരിക്കും പുതിയ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി XZA അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AMD ട്രാൻസ്മിഷനാണ്. അതിൻ്റെ CNG നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,55,000 രൂപയാണ് നിലവിലുള്ള എക്സ്-ഷോറൂം പ്രൈസ്. അതിൽ നിന്നും 73,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, 7,82,000 വരും. ഇനി NRG വേർഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ XZA NRG CNG അത് 8,85,000 നിന്നും 75,000 രൂപയുടെ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 8,10,000 രൂപയിലേക്ക് ഈ ഒരു വാഹനം മാറും. അപ്പോൾ നിലവിലുള്ള ഒരു വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള XE പെട്രോൾ 1.2 3 സിലിണ്ടർ റെവർട്രോൺ എഞ്ചിൻ, ആ ഒരു വേരിയൻറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 5 ലക്ഷത്തിൽ നിന്നും 4,57,000 രൂപയിലേക്ക് മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ബൈക്കിൽ നിന്നും കാറിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻ്റാണ്. പക്ഷേ ബേസ് വേരിയൻ്റാണ് എന്ന് കരുതി ഈ ഒരു വാഹനത്തിന് സേഫ്റ്റി സംബന്ധമായിട്ടുള്ള യാതൊരുവിധ കോംപ്രമൈസും കമ്പനി നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.